എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ഈ മെറ്റീരിയൽ കൊണ്ട് ഒരു ടോപ്പ് തയ്ച്ചാലോ? ഈ മെറ്റീരിയലിൻ്റെ താഴ്ഭാഗത്തെ ഈ ഡിസൈൻ ഇങ്ങനെ മുറിച്ചെടുത്ത് കുറച്ച് പോട്ട്ലി ബട്ടണും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടോപ്പ് നല്ല മനോഹരമാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യമേ തുണിയുടെ താഴത്തെ ബോർഡർ ഭാഗം കട്ട് ചെയ്ത് എടുത്ത് മാറ്റി നമ്മൾ ടോപ്പിന് കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ബോർഡർ ഭാഗം കൊണ്ടാണ് നമ്മൾ ബോഡി പാർട്ടിൻ്റെ മേൽഭാഗത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ആ കട്ട് ചെയ്തെടുത്ത താഴ്വശത്ത് നിന്ന് കട്ട് ചെയ്തെടുത്ത ഈ പീസ് എടുത്ത് നമ്മൾ നെക്കിൻ്റെ താഴ്ഭാഗത്തുനിന്ന് 11 മുതൽ 13 വരെയുള്ള ഇറക്കത്തിൽ അത് നമ്മളുടെ ഇഷ്ടമനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 12 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. ഈ പീസ് നെക്ക് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം 2 പീസ് നമ്മൾ പിടിപ്പിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ആദ്യത്തെ പീസ് നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഒരു സൈഡിലേക്ക് പിടിപ്പിച്ച് മറ്റേ പീസ് ഇപ്പുറത്തെ സൈഡിൽ കൂടെ, അതായത് സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് പിടിപ്പിക്കുന്നു. ആ നടുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ സമയത്താണ് നമ്മൾ പോട്ട്ലി ബട്ടണും കൂടെ പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 3 സൈഡും പതിപ്പിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഡിസൈനിൽ നമുക്ക് ടോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ടോപ്പ് പ്ലെയിൻ ആയിരിക്കുന്നതിൻ്റെ ബോറും തോന്നുകയില്ല, നല്ലൊരു മോഡലാക്കി എടുക്കാനും സാധിക്കും. എല്ലാവരും നെക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു ബോർഡർ പീസ് വെച്ച് കൊടുക്കുന്നുണ്ടാവുമായിരിക്കുമല്ലോ. അത് ചെറിയ പീസ് വെക്കുന്നതിന് പകരം ഇതേപോലെ 2 പീസ് കൂട്ടി യോജിപ്പിച്ച് വലിയൊരു ബോർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നടുക്ക് ഒരു പോട്ട്ലി ബട്ടണും കൂടെ കൊടുത്താൽ കുറച്ചും കൂടെ വൃത്തി തോന്നും. അതിനുശേഷം നമ്മൾ ലൈനിങ് തുണി ഇട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈനിങ് തുണി ഇട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്കിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ഓപ്പണും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച് ഓപ്പണും കൂടെ കൊടുത്തതിന് ശേഷം ലൈനിങ് തുണി ഇട്ട് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. അത് തയ്ച്ചത് മറിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ സെറ്റായിട്ട് വരുന്ന മെറ്റീരിയലിനകത്തെ ടോപ്പിൻ്റെ പീസായിരുന്നു ഇത്. ഇതിനകത്തെ ബോർഡർ കട്ട് ചെയ്തെടുത്താണ് നെക്കിന് ഇതേപോലെ ബോർഡർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്കിന് നമ്മൾ ബോർഡർ കൊടുത്തത് കൂടാതെ ആ ബോർഡർ ഭാഗം തന്നെ താഴ്ഭാഗത്ത്, അതായത് ടോപ്പിൻ്റെ താഴ്ഭാഗത്തും ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ആ ബോർഡർ ഭാഗം തന്നെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബോർഡർ പിടിപ്പിച്ചിരിക്കുന്നതിൻ്റെ മേൽഭാഗത്ത്, അതായത് അത് തിരിച്ചിട്ട് അതിൻ്റെ മേൽഭാഗത്ത് ഒന്ന് പതിച്ചടിക്കുകയും കൂടെ ചെയ്യണം. എന്നാലേ ടോപ്പിന് നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. ഇതിന് ശേഷം ഒന്ന് ഇസ്തിരിയും കൂടെ ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും കൂടെ കൂട്ടി യോജിപ്പിച്ച് ഷോൾഡർ ടു ഷോൾഡർ യോജിപ്പിച്ച് നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ ഈ ടോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് സൈഡ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ലീവ് ഹാഫ് സ്ലീവായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ലിറ്റ് തയ്ക്കുമ്പോഴേക്കും നമ്മൾ വലിച്ചു പിടിക്കാതെ അതൊന്ന് മടക്കി കൊടുത്ത് നോർമലായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തെടുത്ത് ഈ ഓപ്പൺ വരുന്ന ഭാഗം അവിടെ സൂചി കുത്തി വെച്ചതിന് ശേഷം സൈഡ് തിരിച്ച് തയ്ച്ച് അവിടെ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ചുരുട്ടി വലിച്ച് തയ്ക്കാതെ മടക്കി വെച്ചതിന് ശേഷം നോർമലായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. നമ്മൾ വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം അത് ചുരുണ്ട് പോകാൻ ഇടയാവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വലിച്ച് സ്റ്റിച്ച് ചെയ്യാതെ അത് മടക്കി കൊടുത്തതിന് ശേഷം നോർമലായി അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്തേക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇത് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ 1ാം പിറന്നാളിന് വേണ്ടി ചെയ്തെടുത്ത ഒരു സഫാരി സൂട്ടിൻ്റെ കോട്ടാണ്. ഇതിൻ്റെ കൂടെ ഒരു ഓവർലാപ്പായിട്ട് ചെയ്തെടുത്ത ഒരു ഷർട്ട് കൂടി ഉണ്ടായിരുന്നു. ഈ 2 ഡ്രസ്സും ആ കുഞ്ഞുമോൻ്റെ 1ാം പിറന്നാളിന് വേണ്ടി ചെയ്തെടുത്ത ഡ്രസ്സുകളായിരുന്നു. ഷോർട്ട് വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഇതെല്ലാം ഷോർട്ട് വീഡിയോയിലോട്ട് വന്നിട്ടുള്ളതായിരുന്നു. ഒന്ന് വിശദീകരിച്ച് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ഈ കുഞ്ഞുമോൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അറിയിച്ചേക്കണേ.